ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ഫിഷ് കട്ട്ലറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിലെങ്ങനെയാണോ മുള്ളൊക്കെ കളഞ്ഞ് ഫിഷ് വേവിച്ച് പരുവത്തിലാക്കിയെടുക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇതിലും. ഈ വീഡിയോയിൽ മുകളിൽ ചെറുതായിട്ടത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബിരിയാണിക്ക് പാകത്തിന് ഫിഷ് തയ്യാറാക്കി വെച്ചതിന് ശേഷം റൈസ് എടുക്കുക. 3/4 കിലോ വെള്ളം. 3/4 കിലോ പറഞ്ഞാൽ എനിക്കിതൊരു 3 ഗ്ലാസ് ഉണ്ട്. അപ്പം റൈസ് എത്ര ഗ്ലാസ് എടുത്തോ അതിൻ്റെ ഡബിൾ വെള്ളം, അതായത് 6 ഗ്ലാസ് വെള്ളം ബോയിൽ ചെയ്യാൻ ഞാൻ വെച്ചു. റൈസ് കഴുകി വെള്ളം തോരാനും വെച്ചു. ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുക. ഒപ്പം ബിരിയാനും അരച്ചു വയ്ക്കാനും ഒക്കെ ഉള്ളത് നമുക്കിപ്പം ചെയ്ത് വയ്ക്കാം. മിക്സിഡ് ചെറിയ ജാറിലേക്ക് ഒരു ഹാഫ് ഒണിയൻ അരിഞ്ഞിടണമേ. പിന്നെ ഗാർലിക് ജിഞ്ചറും കൂടെ അരിഞ്ഞിടുക. അതിന് മേളിൽ കൊറിയാൻഡർ ലീവ്സും കൂടെ ഇത് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തതിലേക്ക് തന്നെ ഗ്രീൻ ചില്ലി ടൊമാറ്റോയും ഒന്ന് ഞുറുക്കിയിട്ട് ഒരു ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി, അരയ്ക്കേണ്ട. പിന്നെ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കണം. അത് നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് വെന്ത് വരത്തില്ല, അതേപോലെ ഒരു വലിപ്പം വരത്തക്കണം ക്യാരറ്റ് അരിഞ്ഞെടുക്കുക. അതുപോലെ ബാക്കിയിരിക്കുന്ന ഓണിയനും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ബസ്മതി ലീഫും മീനും എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ച് നമുക്ക് വെജിറ്റബിൾ ഓയിലും ഗീയും ഒഴിക്കാം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ക്യാഷ്യൂ ഇട്ട് കൊടുക്കാം. ക്യാഷ്യൂ ഒന്ന് മൂത്ത് തുടങ്ങണ്ട, അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഇതായി പച്ചപ്പ് മാറി വരുമ്പോഴേ കിസ്മിസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കിസ്മിസ് പൊള്ളി വരുമ്പോൾ നമുക്കറിയാം ക്യാഷ്യൂവും അതിന് പരുവത്തിനായിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്കിതിനെ മൊത്തം എന്ത് ചെയ്യണം, കോരി ഒരു പരന്ന പ്ലേറ്റിലോട്ട് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഓണിയൻ. അതിനായി ഇത്രയും ഓയിൽ ഒഴിക്കുന്നത് ഓണിയനൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓണിയൻ ഒത്തിരി ഫ്രൈ ആവുകയൊന്നും വേണ്ട, നമുക്കൊന്ന് വഴന്ന പരുവം ഒന്ന് കഴിയണം, അത്രയേ ഉള്ളൂ. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട. അങ്ങനെ ഇടാം. ക്യാരറ്റ് ആയാലും എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു നല്ല വലിപ്പമുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹാഫ് ഇതിനകത്തും ഹാഫ് റൈസിലും ഇടും. അതിപ്പോൾ ഞാനിനി ബാക്കി അങ്ങോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്നിന് ഒരു സ്വല്പം ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഹാഫ് ഒന്ന് മാറ്റി ഞാൻ കാണിക്കാം. ചെറിയൊരു സ്റ്റീൽ ബൗളിലെടുത്ത് കാണിക്കാമേ. ഞാൻ എടുക്കാൻ പോവുകയാണ്. എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുമെന്നറിയാമോ, ക്യാഷ്യൂ കിസ്മിസ് ഫ്രൈ ചെയ്തിട്ടേക്കുന്നതിൻ്റെ മേളിൽ നിരത്തിയിടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മേളിൽ ഒരു സ്പൂൺ പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിടും. എന്തിനാന്ന് ചോദിച്ചാൽ ആ ഓണിയൻ ഒന്ന് ക്രിസ്പായിരിക്കാനാണ്. ഇനി നമുക്ക് ഈ ബാക്കി ഓണിയനിലേക്ക് എന്ത് ചെയ്യണം, സോമ്പ ഞാനിട്ടെ, പെരിഞ്ചീരകം, പിന്നെ അരച്ച് വെച്ച അരപ്പില്ലേ മിക്സിഡ് ജാറിൽ, അത് മൊത്തം ഇട്ടു. അത് ആ ജാറെ പറ്റിയുള്ള കുറച്ച് ഭാഗം മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് പിന്നെ റൈസിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഉള്ളി ഞാൻ വഴറ്റിയത് അതിനകത്തോട്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്തു. ഒത്തിരി ഫ്രൈ ആകുമൊന്നും വേണ്ട, ഫ്രൈ ആയാൽ കുഴപ്പമൊന്നുമില്ല, ഫ്രൈ ആവുമൊന്നും വേണ്ട, ഇത്രയൊക്കെ പരുവായാൽ മതി. എന്നിട്ട് പഞ്ചസാരയും ഇട്ട് വെച്ചു, കണ്ടല്ലോ. ഇനി നമുക്ക് കടായിലുള്ളത് നോക്കാം. ഇതിനകത്ത് പച്ചമുളക്, അതുപോലെ ടൊമാറ്റോ, ഓണിയൻ, അതുപോലെ ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം പച്ച സ്മെല്ലൊന്ന് മാറി വരുമ്പം കായം നമുക്ക് സ്വല്പം പൊടി ഇടാം. അത് കഴിഞ്ഞ് പെപ്പർ പൗഡർ ഒരു സ്പൂണോളം ഇടണം. പിന്നെ ഒരു ഫുൾ സ്പൂൺ ഗരം മസാല ഇടണം. പിന്നെ ടെർമറിക് ഒരു 3/4 സ്പൂൺ വേണം. ഇത് മസാല വളരെ കുറവാണ് ചെയ്യുന്നത്. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഇതൊന്നുമില്ല. അല്ലാതെ നമ്മളിത് മാത്രമാണ് ചേർക്കുന്നത്. ശരീരത്തിനൊരു ദോഷവുമില്ല. പിന്നെ ഫിഷുമാണ്, ദഹിക്കാനൊന്നും വലിയ പ്രയാസമൊന്നും പേടിക്കണ്ട. ഇനി നമുക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ ഇരിപ്പുണ്ടല്ലോ, ആ ലെമണും നമുക്കതങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ലെമണിൻ്റെ ആ പിഴിഞ്ഞതിൻ്റെ ആ തോലില്ലേ, കളയല്ലേ, അതെടുത്ത് വെക്കണമേ. അതിനി നമുക്ക് യൂസ് ഉണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫിഷ് ഇടാം. ഫിഷും നന്നായിട്ട് ഈ ലെമണും എല്ലാം ചേർന്നല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഞാൻ നല്ല പോലെ എല്ലാം ഇളക്കിയിട്ടതാണ്. പീസസിൻ്റെ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഫിഷ് നല്ല പീസസ് ആയിട്ട് ചെയ്തിട്ടുള്ളത്, അതും വലിയ പീസല്ല, ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം പിന്നീട്. ഇതിങ്ങനെ ചെയ്തിട്ട് ക്യാരറ്റ് പച്ചയ്ക്ക് അതിനകത്തുള്ളത് കുറച്ച് ഒരു ഹാഫ് ഇട്ടു. ഇനി ബാക്കി ഹാഫ് നമ്മൾ ക്യാരറ്റും റൈസിലിടാൻ, ഓണിയനും ഹാഫ് നമ്മൾ വഴറ്റിയതെടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മസാല ഇതെല്ലാം ചേർന്നൊന്ന് യോജിച്ച് മീനെ പിടിക്കാൻ വേണ്ടി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ചെറുതായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് വെച്ച് ഈ പച്ചക്കറിയുടെ എല്ലാം നമ്മുടെ ഓണിയൻ്റെ ക്യാരറ്റിൻ്റെ എല്ലാം വെള്ളം അതിനകത്തുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ്സിൽ കൂടുതൽ ഒഴിക്കരുത്. ഒഴിച്ച് കണ്ടോ, ഒന്ന് അടച്ച് വെച്ചപ്പോഴത്തേക്ക് ആവി കയറി. ഇത് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കുമ്പോൾ കണ്ടോ റെഡിയായി. ഇനി ഇതിനകത്തൊന്നുമില്ല, ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉപ്പ് വളരെ കുറച്ചായിട്ടത്, അതുകൊണ്ട് ഇച്ചിരി ഉപ്പോടിട്ട് ഇളക്കിയിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാമേ. ഇനി നമുക്ക് നോക്കി ഇച്ചിരി ഗരം മസാലയും കൊണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് എന്ത് ചെയ്യണം,
ഇതടച്ച് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടായിട്ട് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള ചരുവം വയ്ക്കാം. അതിനകത്ത് ഞാൻ ഇട്ട് വെച്ചേക്കുന്ന കറുകപ്പെട്ട ഒരു ചെറിയ പീസ്, ജാതിപത്രി, ഏലയ്ക്ക 1, ഗ്രാമ്പു 1, സ്റ്റാറിൻ്റെ ഒരു ഇതള്, ഇത്രയും ചതച്ച് അതിനകത്ത് ഇട്ടിരുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഗീ ഒഴിച്ചിട്ട് റൈസ് നമ്മൾ ഫ്രൈ ചെയ്യുവാണേ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ഒട്ടും കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കിടക്കുന്നത് മാത്രം ഈ സൈഡിലൊക്കെ പോയി പിടിക്കും. നനവൊന്നുമില്ല, നനവൊക്കെ നല്ലപോലെ ഊറ്റി നമ്മൾ എടുത്തതാണ്. നനവുണ്ടെങ്കിൽ ഒട്ടി പിടിച്ചിരിക്കും. കുറച്ചുകൂടെ നന്നായിട്ട് ഇച്ചിരി കൂടെ ആവട്ടെ, ഒന്നുകൂടെ നന്നായി, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നല്ലതായിട്ട് എല്ലാം ബാലൻസ് ഉള്ളതെല്ലാം കണ്ടോ ജാറിനകത്തുണ്ടായിരുന്നത് ഇട്ടു. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലെമണിൻ്റെ തോല് നമ്മൾ വെച്ചിട്ടില്ലയോ, ഒരു ലെമണിൻ്റെ ഫുള്ളുണ്ട്, അതൊന്ന് ഞുറുക്കി ഒരു 4 പീസൊക്കെ ആക്കി വെച്ച് അതിനകത്തോട്ടിട്ട് കൊടുക്കണം. നമുക്കിനി അടുത്തത് ലെമണിൻ്റെ തോലിടാം. ചുമ്മാ ഇങ്ങനെ ലെമൺ തോലിട്ടിട്ട് കാര്യമൊന്നുമില്ല, അതിനകത്ത് നമ്മൾ പുളിയൊക്കെ കാണും, കുറച്ചൊക്കെ നാരങ്ങയുടെ അംശം കാണുമല്ലോ, അതുകൊണ്ട് ആ തോല് അങ്ങനെ ഇടുന്നത്. പിന്നെ ഞാൻ ബസ്മതി ലീഫായിട്ടത് അതും ഇട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത വെള്ളമാണ്, 6 ഗ്ലാസ് വെള്ളം എടുത്തല്ലോ, 3 ഗ്ലാസ് ആയിരിക്കും. ആ വെള്ളം കുറച്ചായിട്ട് ആദ്യം ഒഴിച്ചൊന്ന് ഇളക്കി അതിനുശേഷം ബാക്കി വെള്ളവും ചേർത്ത് ഒഴിച്ച് നമ്മൾ അടച്ചു വയ്ക്കുക. ഇത് വെള്ളം ബോയിലായി അത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് സിമ്മിലിട്ട് കൊടുക്കണം. നല്ല തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിന് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. നോക്കി വെള്ളം തന്നെ ഉണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ലീവ്സും നാരങ്ങയൊക്കെ ഒന്ന് താഴോട്ടാക്കി വെച്ച് നമുക്കിതിനെ ഇനി വീണ്ടും അടച്ച് ഒന്നുകൂടെ നോക്കാം. ഈ റൈസ് വേകാൻ മൊത്തം ഒരു 10-15 മിനിറ്റ് കൂടുതലൊന്നും ആവത്തില്ല. ഇപ്പോൾ ഏകദേശം നമുക്ക് റൈസ് ആയിട്ടുണ്ട്. ചെറിയ നനവോടുകൂടെ വേണം നമുക്ക് ഇതിനെ വാങ്ങി വയ്ക്കാൻ. ഇനി നമുക്കെല്ലാം താഴെയാക്കി വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് അപ്പുറത്തെ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കിനി ദമ്മിനുള്ളത് വേറെ ഇച്ചിരി വലിപ്പമുള്ളൊരു ചരുവം എടുത്തിട്ട് അതിനകത്തോട്ട് ചെയ്യാനുള്ളത് നോക്കാം. ഒരു 1.5 കിലോയോളം സാധനം കൊള്ളുന്നതായിരിക്കണം ചരുവം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. അതിനകത്തേക്ക് നമുക്ക് ഗീ ഒഴിച്ചിട്ട് ഒന്ന് കരക്കി എല്ലാ കോർണറിലും ഒന്ന് പറ്റി ഗീ ഒന്ന് പെരളത്തൊക്കെ വേണം ഒന്ന് കരക്കിയതിന് ശേഷം നമുക്ക് ഫിഷ് മസാല ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് നമുക്കതിനകത്ത് ഇട്ടൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ഇതാണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കുറേശ്ശെ എടുത്ത് ഇട്ട് അതും ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. ഒരു ഹാഫ് റൈസ് എങ്കിലും അതിനകത്ത് ഇടണം. അത് കഴിഞ്ഞിട്ട് ദാണ്ട ഇലകളെല്ലാം ബസ്മതി ലീവ്സും നാരങ്ങയുടെ തോലും ഒക്കെ വരുന്നുണ്ട്, നമുക്കതെല്ലാം എടുത്ത് മാറ്റണം. അതൊന്നും ഇതിനകത്ത് ഇടണ്ട, നമ്മൾ ദം ചെയ്യുന്നതിനകത്ത് കേട്ടോ. അതൊക്കെ റൈസിൽ പിടിച്ചു കഴിഞ്ഞു. റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ലെമൺ ഇടുന്നത്. എന്നിട്ട് ദാണ്ട ഞാൻ ഈ പകുതി റൈസ് ഇട്ടിട്ട് ബിരിയാണി മസാലയും ജീര പൗഡറും 2 പൗഡറും ചേർത്ത് ഒന്ന് സ്വല്പം ഒരു ബിരിയാണി മസാല പറഞ്ഞ ഒരു 3/4 സ്പൂണോളം, ജീര പൗഡർ 1/2 സ്പൂണോളം ഇട്ട് ആ റൈസിൽ അവിടെ തന്നെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ബാക്കിയിരിക്കുന്ന റൈസിൻ്റെ പകുതിയോളം ഇടുക. പകുതിയോളം ഇട്ടിട്ട് ഒന്ന് കറക്കി ഒന്ന് ലെവലാക്കി കൊടുക്കാം. ലെവലാക്കി കൊടുത്തേച്ച് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മുടെ ഫിഷിൻ്റെ ഇല്ലേ അത് മൊത്തം അങ്ങ് ഇട്ടു. കണ്ടോ, ഇത് ഇങ്ങനെ ലെമണൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഫിഷിൻ്റെ സ്മെല്ലൊന്നും വല്ലാതെ വരുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. നന്നായിട്ട് ബാക്കി റൈസ് നമുക്കതിൻ്റെ മേലിലിട്ടതിന് ശേഷം ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചരുവത്തിൻ്റെ സൈഡ് വരുന്നിടത്ത് ഒന്ന് കറക്കി ഒഴിച്ച് നടുക്കുമൊക്കെ ആയിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ ഇതിൻ്റെ ഡബിൾ ഒഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ കുറച്ചേ ഗീ യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ട് സ്വല്പം ഒഴിച്ചു. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ആ ഉള്ളിയെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ച് അതിൻ്റെ മേലിലോട്ടിടാം. അതിനകത്ത് മധുരം പിടിക്കുമ്പോൾ ഒന്നുകൂടെ രുചിയാകത്തേ ഉള്ളൂ. നന്നായിട്ട് അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിനി അടിയിൽ തീ കൊടുത്തുകൊണ്ട് ഇതിനെ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ദം കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരു ചരുവത്തിൽ ഹാഫ് പോർഷൻ വെള്ളം തിളപ്പിച്ച് വെച്ചു. അതുകൂടെ ഞാൻ അതിൻ്റെ മേളിൽ എടുത്ത് വെച്ച് കൊടുക്കുക. സിമ്മിലാണ് അടിയിൽ തീ കിടക്കുന്നത്. അതും മേളിലത്തെ ഈ ചൂട് തിളച്ച വെള്ളവും കൂടെ ആകുമ്പം 2 സൈഡിൽ നിന്നും ദം കിട്ടി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ മുകളിലത്തെ വെള്ളം നമുക്കെടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇളക്കി നമുക്ക് പ്ലേറ്റിലെടുത്ത്
എല്ലാവർക്കും സെർവ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ വെച്ച് കഴിക്കാൻ ഒരു മൂഡ് തോന്നുന്നില്ലയോ? ഇതിനി എല്ലാവരും വെച്ച് കഴിക്കണേ. വെച്ച് കഴിക്കുക മാത്രമല്ല, ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ.